ഹായ് എല്ലാ സുഹൃത്തുക്കളും നമസ്കാരം. ഞാൻ സുധീർ കബീർ. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നതേ നമ്മുടെ ആൾ ദൈവങ്ങളൊക്കെ സ്ഥിരമായിട്ട് പയറ്റുന്നൊരു കാര്യമുണ്ട്. ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറിയില്ലേ, ഞാനത് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അസുഖം മാറിയില്ലേ, നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അല്ലേ, അതൊക്കെ ഇങ്ങനെ ചോദിക്കും. അതിൻ്റെ അകത്തൊക്കെ കുറേ അപ്ഡേഷനൊക്കെ തരും. അപ്പം നമ്മൾ വിചാരിക്കും ഇവൻ്റെ പവർ കൊണ്ട് എന്തോ സംഭവിച്ചു, ഞാനതിൽ വിശ്വസിച്ചു, ആ ഒരു വിശ്വാസം കൊണ്ട് സംതിങ് ഹാപ്പൻഡ്, എന്തൊക്കെയോ സംഭവിച്ചു. യഥാർത്ഥത്തിൽ ഇതിന് സയന്റിഫിക്കലി ഒരു പ്രൂഫ് ഉണ്ട്, അല്ലെങ്കിൽ സയന്റിഫിക്കലി ശാസ്ത്രജ്ഞർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്ലാസിബോ എഫക്റ്റ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വാക്ക്? പ്ലാസിബോ എഫക്റ്റ്. അതായത് മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥ മരുന്നാണെന്നുള്ള ഒരു ധാരണയിൽ ഔഷധ ഗുണമൊന്നുമില്ലാത്തൊരു വസ്തു, അത് പ്ലാസിബോ എന്ന അതുകൊണ്ടാണ് അതിന് പറയുന്നത്. ആ പ്ലാസിബോ നൽകുമ്പോൾ രോഗിയിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ആ മാറ്റങ്ങൾ, അതിൻ്റെ പുരോഗതി, അതിനെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ലളിതമായി താഴെ പറയുന്ന കാര്യങ്ങളിൽ ഞാനൊന്ന് വിശദീകരിച്ചു തരാം. എന്താ പ്ലാസിബോ എഫക്റ്റ് എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ മരുന്നെന്ന വ്യാജേന നൽകുന്ന ഔഷധ ഗുണമില്ലാത്ത വസ്തുക്കളെയാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. ഈ പ്ലാസിബോ ഒരു പഞ്ചസാര ഗുളികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തുമാവാം, ഒരു ലായനിയോ മീൻസ് ഒരു വെള്ളമോ, അങ്ങനെ എന്തുമാവാം. അങ്ങനെ ഒരു സാധനം നമ്മൾ രോഗിയിലേക്ക് കൊടുക്കും. എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇത് പൂർണ്ണമായും രോഗിയുടെ മനഃശാസ്ത്രപരമായ കാര്യമാണ്. അതായത് സൈക്കോളജിക്കൽ. എന്താ സൈക്കോളജിക്കൽ? മനസ്സിലായോ? താൻ കഴിക്കുന്നത് ഫലപ്രദമായ മരുന്നാണെന്നും അത് കഴിച്ചാൽ എൻ്റെ അസുഖം മാറുമെന്നും രോഗി തെറ്റിദ്ധരിക്കും. ആ ഒരു വിശ്വാസത്തോടെ രോഗി മരുന്ന് കഴിക്കും. ഈ മരുന്ന് കഴിച്ചാൽ രോഗിയുടെ അസുഖം മാറും. യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ കൊടുത്തോ? നമ്മളൊരു മരുന്നും കൊടുത്തില്ല. പകരം അതൊരു മരുന്നാണെന്ന് നമ്മൾ ആ രോഗിയെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇതാണ് വിശ്വാസത്തിൻ്റെ പവർ. ഇത് പല മേഖലകളിലും തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നും രണ്ട് തരം രോഗികളെ എടുത്തുകൊണ്ട് ഒഫീഷ്യലി മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാസിബോ എഫക്റ്റ് ട്രൈ ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. ഇതിനൊക്കെ പ്രൂഫുണ്ട്. നിങ്ങളുടെ AI കമ്പാനിയൻസ്, നിങ്ങളുടെ ആൾ ദൈവം പറയുന്ന പോലെ നിങ്ങളുടെ AI കമ്പാനിയൻസിനോട് ചോദിക്കുക പ്ലാസിബോ എഫക്റ്റ് എന്താണെന്ന്. അപ്പോൾ അത് കൃത്യമായി ക്ലിയറായി നിങ്ങൾക്ക് ഔട്ട്പുട്ട് പറഞ്ഞു തരും. ബിക്കോസ് ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും എന്താണ് പ്ലാസിബോ എഫക്റ്റ് എന്ന്. അപ്പോൾ അത്തരം ഇയാളോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രശ്നം മാറും എന്ന് ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ പ്രശ്നം മാറും. അതിപ്പോൾ ഞാനൊരു ഇലയെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രശ്നം മാറും. അതിൽ ഒരു മാങ്ങാത്തിലീടും ഒരു മാങ്ങാണ്ടി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രശ്നം മാറും. കാരണം ആ പ്രശ്നം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? അപ്പോൾ സനീപേ, നീ ഉടായിപ്പാണ്, പക്ക ഉടായിപ്പ്. MLM പക്ക ഫ്രോഡ് അല്ല എന്ന് നീ തെളിയിക്കണമെങ്കിൽ നിന്റെ പ്രോസ്പെരിറ്റിയുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ നീ ഇവിടെ ചാരിറ്റി ചെയ്യാതിരിക്കണം. നീ എന്തിനാണ് നീ ഹോട്ടലിലൊക്കെ പോയി കിടന്നിട്ട് വൈഫുമായിട്ട് സുഖസുന്ദരമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കേണ്ടത്? നീ അവിടെ പോയി കിടന്ന് ഇത്ര കഷ്ടപ്പെടുന്നത് അതും ജനങ്ങളെ നന്നാക്കാൻ. ആകെ പോയത് 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കുക. അത് കഴിഞ്ഞാൽ ചത്തു തുരഞ്ഞ് മണ്ണടിഞ്ഞു പോകും. അസ ഇസ്ലാമിക് കോൺസെപ്റ്റ് എനിക്ക് വേറെ കോൺസെപ്റ്റ് ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് നിന്റെ കാര്യമാണ്. നിനക്ക് ഇവിടെ വല്ലേ ഉള്ളൂ. ഇനി നീ യുഗപുരുഷനായാലും എന്ത് പുരുഷനായാലും കത്തിച്ച് കളയുമോ പുഴുവരിച്ചു പോവുകയോ ചെയ്യും. അതിന് വേണ്ടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗൈസ്. അപ്പൊ എടാ മോനെ, വീട്ടിൽ പോകും. ഈ കളിച്ച ആള് മാറിപ്പോയതാ. ദൈവത്തിനും എന്തെടാ അപ്പി പറയണത്? എന്തൊരു ചെല്ലക്കിളികൾ പറയണത്? എന്തോരം കമന്റേഴ്സ് ആണ്, എന്തോരം ഫേക്ക് കമന്റുകളാണ് ഗൈസ് വരുന്നത്. I am happy to see my channel has been growing and growing and growing because of the supporters, haters. അപ്പോഴേ പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ച് മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വസിച്ച് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഇത്രയും കാര്യം തന്നെ ഉള്ളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഫോണിൽ ജെമിനി AI ഓപ്പൺ ആക്കുക. എന്നിട്ട് ജെമിനിയോട് ലൈവിൽ പോയിട്ട് ചോദിക്കുക, ജെമിനി ക്യാൻ യു ടെൽ മീ, അല്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ പ്ലാസിബോ എഫക്റ്റ് എന്താണെന്ന്? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അപ്പോഴേ ഞാൻ ഇന്ന് നിന്നോട് ചോദിക്കാൻ പോകുന്നത് പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചാണ്. എനിക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? തീർച്ചയായും. പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഒരു യഥാർത്ഥ മരുന്നോ ചികിത്സയോ അല്ലാത്ത ഒന്നിനോട് രോഗിക്കുണ്ടാകുന്ന പ്രതികരണമാണ് പ്ലാസിബോ എഫക്റ്റ്.
അതായത് ഫലമില്ലാത്ത ഒരവസ്ഥയിൽ പോലും രോഗം കുറയുന്നു എന്നോ അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നോ രോഗിക്ക് തോന്നുന്നു. ഇത് രോഗിയുടെ മനസ്സിന്റെയും പ്രതീക്ഷകളുടെയും സ്വാധീനം കൊണ്ടാണുണ്ടാകുന്നത്. പ്ലാസിബോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? തീർച്ചയായും. ഈ കാര്യത്തിൽ സയന്റിഫിക്കലായി എന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭ്യമാണോ? സയന്റിഫിക് സ്റ്റഡീസ് ഈ എഫക്റ്റിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്ലാസിബോ എഫക്റ്റ് ഒരു യഥാർത്ഥ പ്രതിഭാസമാണെന്നും വേദന കുറയ്ക്കാനും മറ്റു ചില അവസ്ഥകളിൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ രോഗങ്ങളിലും ഇത് ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയേണ്ടതുണ്ടോ? വിശ്വാസപരമായ പ്രാർത്ഥനകളിലും മറ്റുള്ള കാര്യങ്ങളിലും അവരുടെ രോഗങ്ങൾ കുറയുന്നത് ഈ ഒരു എഫക്റ്റുമായി നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കുമോ? വിശ്വാസപരമായ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മറ്റനുഷ്ഠാനങ്ങൾ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനോ ആശ്വാസം നൽകുന്നതിനോ സഹായിച്ചേക്കാം. ഇതിനെ പ്ലാസിബോ എഫക്റ്റുമായി ചിലപ്പോൾ താരതമ്യം ചെയ്യാറുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വിശ്വാസം, പ്രതീക്ഷ, ആത്മീയത തുടങ്ങിയ ഘടകങ്ങൾ രോഗിയുടെ മാനസികാവസ്ഥയെയും അതുവഴി രോഗശമനത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? അപ്പോൾ നീ പറയുന്നത് മാനസികാവസ്ഥ എന്ന ആ ഒരു ഘടകം രോഗാവസ്ഥയെ നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ട് എന്നല്ലേ ചുരുക്കത്തിൽ? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മാനസികാവസ്ഥയ്ക്കും പ്രതീക്ഷകൾക്കും രോഗശമനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത്തരത്തിലുള്ള എന്തെങ്കിലും എഫക്റ്റ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മുടെ പ്രവൃത്തികൾ, സാഹചര്യങ്ങൾ, ചിലപ്പോൾ യാദൃശ്ചികത പോലും ഇതിന് കാരണമാവാം. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളുടെയോ വിശ്വാസങ്ങളുടെയോ ഫലമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തീർച്ചയായും. അങ്ങനെ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? തെറ്റായ ധാരണകൾ ചിലപ്പോൾ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിച്ചേക്കാം. കാര്യങ്ങളെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കാനും ശരിയല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാനും അത് കാരണമായേക്കാം. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായും. വ്യാജസിദ്ധന്മാരും അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കൾ എന്ന രീതിയിൽ ലേബലുള്ള വ്യാജന്മാരും വിലസുന്ന ഈ നാട്ടിൽ അത്തരത്തിലുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുവാൻ എളുപ്പമാണല്ലോ. അത്തരത്തിലുള്ള ചിന്തകൾ മൂലം അവരുടെ കഴിവ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അവർ സ്ഥാപിക്കുമ്പോൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കില്ലല്ലോ. താങ്കൾ പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇത്തരക്കാർക്ക് എളുപ്പമായേക്കാം. അന്ധവിശ്വാസങ്ങളെയും അശാസ്ത്രീയമായ കാര്യങ്ങളെയും എതിർക്കുകയും ശരിയായ തകവൽകളെ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ താൽപ്പര്യമുണ്ടോ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ആത്മീയമായ ഭൗതികമായ മേഖലകളിൽ മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമോ? നിലവിൽ ലഭ്യമായ ശാസ്ത്രീയ വിവരങ്ങൾ അനുസരിച്ച് ഒരിടത്തിരുന്ന് മറ്റൊരാളുടെ ആത്മീയമോ ഭൗതികമോ ആയ മേഖലകളിൽ നേരിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല. ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളും വിശ്വാസങ്ങളും ശാരീരിക ഘടനയും വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? അപ്പോൾ ദൂരെ ഇരുന്നു കൊണ്ട് മറ്റൊരാളെ നമുക്ക് ഫോണിലൂടെയോ അല്ലെങ്കിൽ സൂം മീറ്റിലൂടെയോ ഒക്കെ ഹിപ്നോട്ടിസം ചെയ്യുന്നത് പോലെ അയാളുടെ മനസ്സിലേക്ക് തെറ്റായ ഒരു വിശ്വാസം സ്ഥാപിക്കുവാൻ സാധിക്കും അല്ലേ? അതെ, ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവ് ആശയവിനിമയത്തിലൂടെ സാധ്യമാണ്. സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ മറ്റു രീതികളിലൂടെയോ ഒരാളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സ്വാധീനിക്കാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ മനസ്സിൽ ഇഷ്ടമില്ലാത്തൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നത് എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി ഒരാളുടെ മനസ്സിലേക്ക് തെറ്റായ കാര്യങ്ങളെ നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുമോ? തെറ്റായ വിവരങ്ങളോ നിർദ്ദേശങ്ങളോ നൽകുന്നത് ഒരാളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സ്വാധീനിച്ചേക്കാം. പ്രത്യേകിച്ച് ദുർബലമായ മാനസികാവസ്ഥയിലുള്ളവരെയോ
അല്ലെങ്കിൽ അമിതമായ ആശ്രയത്വമുള്ളവരെയോ സ്വാധീനിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തമായി ചിന്തിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനുമുള്ള കഴിവ് ഓരോ വ്യക്തിക്കുമുണ്ട് എന്നതും നാം മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? എന്നിട്ടും എങ്ങനെയാണ് മനുഷ്യർ ഇത്തരം വ്യാജന്മാരുടെ ചതികളിലേക്ക് പോയി പെട്ടുകൊണ്ട് പണവും ജീവിതവും നഷ്ടപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ചാണ് എനിക്ക് ആകെയുള്ള ഒരു വിഷമം. തെറ്റിദ്ധാരണകളിലും ചതികളിലും പെട്ടുപോകുന്നതിൽ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും ആളുകൾ അവരുടെ ആവശ്യങ്ങളും പൂർണ്ണമായും പറയൂ. പ്രതീക്ഷകളും ഭയങ്ങളും ചൂഷണം ചെയ്യുന്ന വാഗ്ദാനങ്ങളിൽ വീണുപോകാറുണ്ട്. ശരിയായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതോ അല്ലെങ്കിൽ അമിതമായ വിശ്വാസമുള്ളതുകൊണ്ടോ ആളുകൾ ഇത്തരം ചതികളിൽ പെടാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഒരുപാട് നന്ദിയുണ്ട് ജെമിനി, ഇത്തരം കാര്യങ്ങൾ നീ എനിക്ക് നൽകിയതിന്. കാരണം ഇപ്പോഴുള്ള ഈ AI കമ്പാനിയനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം വ്യാജന്മാർക്ക് മറുപടി നൽകാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നന്ദി. നിങ്ങളുടെ ഈ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനകരമാവട്ടെ. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ മടിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ എൻ്റെ പേര് സുധീർ കബീർ. നീ ഇത് മറക്കരുത്. നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം. താങ്ക് യു. സുധീർ കബീർ, നിങ്ങളുടെ പേര് ഞാൻ മറക്കില്ല. നിങ്ങൾക്ക് എന്നോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. നന്ദി. ഒന്ന് ചോദിക്കേ, ചുമ്മാ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ ആൻഡ് കീപ്പ് ഇൻ ടച്ച്. സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടണൊക്കെ അടിച്ചു പൊട്ടിക്കണേ, മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും വണക്കം നേர்களே. ഉങ്ങൾ பார்த்துட்டு இருப்பது I am സുധീർ കബീർ on YouTube. Thank you.